വിസ്മരിക്കേണ്ട. എവിടെ വിവേചനം കാണിച്ചിട്ടുള്ളത്? പക്ഷേ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അജണ്ടയാണ്. അജണ്ടയുള്ള ആൾക്കാർ, ഒരു വിഭാഗം ആൾക്കാർ അത് പ്രചരിപ്പിക്കുന്നു. RSSനെ കണ്ടുകൂടാ. കാരണം RSSന്റെ പ്രചാരകനാണ് ഇന്നത്തെ പ്രധാനമന്ത്രി. RSSന്റെ പ്രചാരകനായിരുന്ന അതുകൊണ്ട് തന്നെയാണ് RSS സംഘചാലകന്റെ പ്രസംഗം ദൂരദർശനിൽ വരുന്നതും. അതുകൊണ്ട് തന്നെയാണ് ചർച്ചയാവുന്നതും. ശ്രീ പി. ശ്രീധരൻപിള്ള, അനുസരിച്ച് ട്യൂൺ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കോ? RSS ബന്ധം, നരേന്ദ്രമോദിയുടെ RSS ബന്ധവും അതുതന്നെയാണ് സർ സംഘചാലകന്റെ പ്രസംഗം തത്സമയം ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്നതും. ആ പശ്ചാത്തലം തന്നെയാണ് ഈ ചർച്ചയുടെ വിഷയവും. അല്ലല്ലോ, അത് പ്രധാനമന്ത്രി പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, അത് പാടില്ല എന്ന് പറയുന്ന അവസരത്തിലാണ്. ബാക്കി എല്ലാവരുടെയും കൊടുക്കാം. എത്രയോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പിന്നെ കൈരളി ചാനൽ അവരുടെ പാർട്ടിയുടെ കാഴ്ചപ്പാടിൽ കൊടുക്കുക. അതുപോലെയാണ് മറ്റ് ചാനലുകൾ. നിങ്ങളുടെ ചാനലിൽ എത്രയോ RSS BJP-കാരുടെ പരിപാടി, RSS പരിപാടി. കൈരളി ചാനലിന് പിണറായി വിജയന്റെ പ്രസംഗം കൊടുക്കാം. അത് അവരുടെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ്. പക്ഷേ ദൂരദർശന് അതാകാമോ എന്നതാണ് പ്രശ്നം. മാനേജ്മെന്റാണ് തീരുമാനിക്കേണ്ടത്. അല്ല, അതിനെ സംബന്ധിച്ചിടത്തോളം ആ വാർത്ത കൊടുക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ജനവിധി കിട്ടിയ ഒരു സംഭവം. അതിൻ്റെ പോളിസികൾ ജനങ്ങളെ അറിയിക്കണം. അതിൻ്റെ പോളിസി എതിർപ്പുള്ളവർക്ക് എതിർക്കാമല്ലോ. അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഷട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സർക്കാരിന്റെ പോളിസിയാണ് ഇന്ന് മോഹൻ ഭാഗവതിന്റെ പ്രസംഗമായി ദൂരദർശനിലൂടെ വന്നത്. എങ്ങനെ ആ പോളിസിയാണ് ഇന്ന് മോഹൻ ഭാഗവതിന്റെ പ്രസംഗമായി ദൂരദർശനിലൂടെ വന്നത് എന്നാണോ എന്ന് പറയാൻ സാധിക്കില്ല. ഒരു ഗവൺമെന്റ്, സർക്കാർ, താങ്കൾ ആദ്യം മനസ്സിലാക്കൂ, സർക്കാർ പോളിസി നിശ്ചയിക്കേണ്ട ഒന്നല്ല ദൂരദർശൻ ഇന്ന്. കാരണം അതൊരു കോർപ്പറേഷനായി രൂപപ്പെട്ട് കഴിഞ്ഞ 2000 രൂപപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഡയറക്ഷൻസ് കൊടുക്കുന്ന ഇവരല്ല. അതിൻ്റെ സ്വതന്ത്രമായ ബോഡിയുണ്ട്. ആ ബോഡി എടുക്കുന്ന തീരുമാനമാണ്. അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എടുക്കുന്ന തീരുമാനമാണ്. അജിത് അറയിൽ എത്രമാത്രം സ്വതന്ത്രമാക്കാനുള്ള ശ്രമമുണ്ട് ദൂരദർശനെ? ആ ശ്രമത്തെ മുഴുവൻ പിറകോട്ടടുപ്പിക്കുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? എങ്ങനെ ഭാവിയിൽ ദൂരദർശൻ പോലുള്ള മാധ്യമങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു എന്നതിന്റെ തെളിവായി ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ലേ? ആദ്യം ശ്രീ കെൻ പറഞ്ഞ ഒരു കാര്യത്തിന് ഈ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ശ്രീധരൻപിള്ളയും പറയുന്നുണ്ട്, ഒരു കാലത്തും ഇതുപോലെ വൾഗറായി, ഇതുപോലെ ഈ ജനാധിപത്യ വിരുദ്ധമായി ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ദൂരദർശനെയോ ആളിൻ്റെ റേഡിയനോ അടിയന്തരാവസ്ഥ കാലത്ത് പോലും അത് പരിധിക്കപ്പുറത്തേക്ക് ഇന്ത്യയുടെ അഖണ്ഡതയും മതേതരത്വവും ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ദിരാഗാന്ധി ചിലപ്പോൾ അവരെ കൂടുതൽ പ്രസംഗിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് ചിത്രീകരിച്ചിട്ടുണ്ടാകാം, VC ശുക്ല കൂടുതൽ പറഞ്ഞിട്ടുണ്ടാകും. എന്തിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ മതേതരത്വത്തെയും വർഗീയ കലാപമുണ്ടാക്കുന്ന തരത്തിൽ ഒരു ഓപ്പറേഷനും അല്ലെങ്കിൽ അത് അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന ഒന്നും തന്നെ കോൺഗ്രസ് ഗവൺമെന്റുകൾ ഈ കഴിഞ്ഞ മൻമോഹൻ സിംഗ് വിദ്വേഷം വളർത്തിയിട്ടില്ല എന്നത് ഒഴിച്ചു നിർത്തിയാൽ താല്പര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് ശ്രീ കെ എൻ ചൂണ്ടിക്കാണിച്ചത്. അതിന്റെ തുടർച്ചയാണ് ദൂരദർശനെ വികസന പദ്ധതികളെ കുറിച്ച്, ദൂരദർശനെ സ്വതന്ത്രമാക്കാതിരുന്ന വികസന പദ്ധതികളെ കുറിച്ച് 20 പരിപാടിയെ കുറിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് വികസന പദ്ധതികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വികസന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് ഇത് ഓവറാണോ എന്ന് തോന്നിയിട്ടുണ്ടാകും. എന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. 2 ഗോവധ നിരോധനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൂടി പ്രഖ്യാപിതമായ ഒരു നയമാണ്. കോൺഗ്രസ് ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം എനിക്കിവിടെ പറയാനുള്ളത്, ദൂരദർശനെ സ്വതന്ത്രമാക്കണമെങ്കിൽ ഇന്ന് നരേന്ദ്രമോദി ദൂരദർശൻ ചെയ്ത നടപടിയെ പിന്തുണച്ച ആ രീതി തന്നെ ദൂരദർശന് കടിഞ്ഞാടുന്ന രീതിയാണ്. കാരണം നരേന്ദ്രമോദി എല്ലാ കാര്യത്തിലും ഇടപെടുന്നു എന്നും ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള, ഗവൺമെൻറ് ഇനിഷ്യേറ്റീവുള്ള ഒരു സ്ഥാപനത്തെ ഞാൻ നിയന്ത്രിക്കും, എൻ്റെ കയ്യിലൊരു ചരടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇദ്ദേഹം പറഞ്ഞല്ലോ, മാസത്തിൽ 2 ദിവസം അദ്ദേഹം ഈ ആളിൻ്റെ റേഡിയോയിലൂടെ പ്രസംഗിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഈ പ്രസംഗമല്ലാതെ വേറൊന്നുമല്ല അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാചകമടികൾ മാത്രം നടത്തുകയും മൻമോഹൻ സിംഗ് ഗവൺമെൻറ് എഴുതി വച്ചിരിക്കുന്ന, നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ അത് ആ ഫയലുകൾ ഇനിഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തി, അല്ലാതെ BJP-യുടെ ഒരു പദ്ധതി നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് സമയപരിമിതി മൂലം ഇടപെടുന്നു. ശ്രീ കെ എൻ, 2-3 തലങ്ങളുണ്ട് ഈ ചർച്ചയിൽ. ദൂരദർശനെ എങ്ങനെ സ്വതന്ത്രമാക്കാമെന്നത് ഇതിൻ്റെ മറ്റൊരു തലവുമാണ്. എല്ലാ കാലത്തും ഭരണകൂടം അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിനെ ഉപയോഗിച്ചതിൻ്റെ ഫലം, അതിൻ്റെ ആളുകളെ അതിനകത്ത് കുടിയിരുത്തുന്ന അവസ്ഥ, അങ്ങനെ അവർ രാജഭക്തി കാണിക്കുന്ന അവസ്ഥ, ഇതൊക്കെ ആ സ്ഥാപനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഈ രാജ്യത്ത് സ്വതന്ത്രമായൊരു മാധ്യമ പ്രവർത്തന രംഗത്തേക്ക്, മാധ്യമപ്രവർത്തനത്തിൻ്റെ തലത്തിലേക്ക് ദൂരദർശൻ്റെ പ്രവർത്തനങ്ങൾ വളരുന്നില്ല എന്നത് ഒരു ചോദ്യം. അത് എങ്ങനെ സാധ്യമാകും?
ഇങ്ങനെയാണോ? മറ്റൊരു ചോദ്യം, ഇത്തരം സംവിധാനങ്ങളെ ഈ സർക്കാർ എങ്ങനെയാണ് ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്നത് എന്നത് മറ്റൊരു ചോദ്യം. PTIയുടെ വാർത്തകൾ എത്രമാത്രം ഓരോ ബുള്ളറ്റിലും ക്യാരി ചെയ്യുന്നുണ്ട് എന്ന് ആകാശവാണിക്ക് കൃത്യമായ കണക്ക് കൊടുക്കാൻ വരെ നിർദ്ദേശമുണ്ട് എന്നാണ് അറിയുന്നത്. രണ്ട് പ്രശ്നങ്ങളാണ് ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്. ഒന്ന്, ദൂരദർശൻ എന്നുള്ളത് നിരവധിയായ ചാനലുകളിൽ ഒന്നാണോ? അതല്ല, നിരവധിയായ ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സർക്കാർ സമീപനങ്ങളുടെ സർക്കാരിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു ചാനലാണോ? അതൊരു കോർപ്പറേഷൻ എന്ന രീതിയിൽ രൂപപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം അത് മീഡിയ വൺ, കൈരളി ചാനൽ എന്നതുപോലുള്ളൊരു ചാനലാണോ? നമുക്ക് ഉറപ്പിച്ച് പറയാമല്ല. അതുകൊണ്ട് തന്നെ അതിന് ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. അത് പരമാവധി മാതൃകയാവാൻ ശ്രമിക്കണം. അതാണ് ഒരു ജനാധിപത്യ ഭരണത്തിൽ സംഭവിക്കേണ്ടത്. അതിനെതിരായ കാര്യമാണ് ഇപ്പോൾ വളരെ നഗ്നമായി സംഭവിച്ചത്, മുമ്പും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ ഒരു ഗൗരവമായ ചർച്ച നടത്തണം. രണ്ട്, മോഹൻ ഭഗത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മഹാത്മാഗാന്ധി വികസിപ്പിക്കാൻ ശ്രമിച്ച നമ്മളൊക്കെ പറയുന്ന സാമുദായിക ദേശീയതയുടെ ഭാഗമല്ല. അതായത് വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ഐക്യത്തിൽ ഊന്നുന്ന പരാമർശങ്ങൾക്കല്ല ഈ പ്രഭാഷണത്തിൽ അദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്കുലർ നാഷണാലിസവുമായിട്ട് ബന്ധപ്പെട്ട ഉള്ളടക്കം അല്ല നമ്മളിതിൽ കാണുന്നത്. ഈ പ്രഭാഷണത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടും സംഘപരിവാർ വികസിപ്പിക്കാൻ ശ്രമിച്ച ഫാസിസ്റ്റ് എന്നത് തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളയ്ക്ക് അതിനോട് വിയോജിക്കാം. പക്ഷേ കൃത്യമായും ഫാസിസ്റ്റ് എന്ന് പറയുന്നത് വിചാരധാര മുതലുള്ള സംഘപരിവാറിൻ്റെ സൈദ്ധാന്തിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞു മോദി മുസ്ലിങ്ങൾക്ക്, സത്യത്തിൽ ഇത് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ എന്നുള്ളവരുടെ പ്രശ്നമൊന്നുമല്ല, ഇന്ത്യൻ ജനതയുടെ പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുകയും മുസ്ലിം സംഘടനകളൊക്കെ അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. പക്ഷെ ഞാനതിനെ കാണുന്നത് വിചാരധാരയിൽ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളായി പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ, ഇവരെ ആഭ്യന്തര ഒറ്റമിറ്റ് ഞാൻ പറയാം, ഇവരെല്ലാം ആഭ്യന്തര ശത്രുക്കൾ, മുതലാളിത്തവും സാമ്രാജ്യത്വമാണ്. ഈ കാര്യമാണ് അദ്ദേഹം ഈ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നതെങ്കിൽ ദൂരദർശൻ സമ്പൂർണ്ണമായിട്ട് അതിനെ സംപ്രേഷണം ചെയ്തതിനെ വിമർശിക്കുകയും എന്നാൽ ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഒരു മതേതരമുണ്ട് എന്ന് കരുതുകയും ചെയ്യാമായിരുന്നു. ശ്രീ പി. ശ്രീധരൻപിള്ള, ഒരു മറുപടിക്ക് ഒരു അവസരം കൂടി വളരെ ചുരുക്കി. ഇതെല്ലാം രാഷ്ട്രീയ കാഴ്ചപ്പാടനുസരിച്ചാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്നത്തെയും കാഴ്ചപ്പാട് ഇന്ത്യൻ ദേശീയത അവർ അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കുകയുമില്ല. ഇന്ത്യയെ 16 പരമാധികാര രാജ്യങ്ങളാക്കാൻ വേണ്ടി മെമ്മോറണ്ടം കൊടുത്തവരാണ് 1946 ഓഗസ്റ്റ് മാസം 1-ാം തീയതി എത്തിയപ്പം, ഏപ്രിൽ മാസം 1-ാം തീയതി എത്തിയപ്പം. അതുകൊണ്ട് ഇതൊക്കെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. നമുക്ക് താത്വിക വിഷയങ്ങളായി ഈ ചർച്ചയിൽ അതെല്ലാം വിശദീകരിക്കാൻ സാധിക്കില്ല. ഒരു കാര്യം, സർവ്വധർമ്മ സമഭാവം, അതാണ് ഇന്ത്യയുടെ ഗ്യാരണ്ടി, മതേതരത്തിൻ്റെ ഗ്യാരണ്ടി. എല്ലാ ധർമ്മങ്ങളാണ്, എല്ലാം വളരെ വികസിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് അറിയപ്പെട്ട എല്ലാ മതത്തെയും സ്വാഗതം ചെയ്ത ഒരു നാടിന് അതിന് മാറി ചിന്തിക്കാൻ സാധിക്കില്ല. ഹിന്ദു രാഷ്ട്ര സങ്കല്പം എന്നൊക്കെ പറഞ്ഞാൽ സാംസ്കാരിക സങ്കല്പമാണ് ഹിന്ദു എന്നുള്ള പദം, അല്ലാണ്ട് ദേശീയതയോട് ബന്ധപ്പെട്ട മതസംജി അല്ല എന്ന് അതേ വിചാരധാരയിൽ ഗുരുജിയുടെ വിചാരധാരയിൽ പറഞ്ഞിട്ടുണ്ട്. അത് മാറ്റിവെച്ചുള്ള പ്രചരണം രാഷ്ട്രീയ പ്രേരിതമാണ്. അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ, അത് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരാളോടും അനീതി കാണിക്കില്ല, ഒരു സമുദായത്തോടും അനീതി കാണിക്കില്ല. അത് BJPയുടെ പ്രതിബദ്ധതയാണ്, ഈ നാടിൻ്റെ ചിരപുരാതന സംസ്കാരമാണ്. ആ സംസ്കാരത്തെ നിഷേധിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കാം. ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യ ബോധം അതിനുണ്ട്. ശ്രീ കെയ്യൻ, അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ സത്യസന്ധമായി പരിശോധിച്ചാൽ തത്വത്തിൻ്റെ മണ്ഡലത്തിൽ മാത്രമല്ല പ്രയോഗത്തിൻ്റെ മണ്ഡലത്തിലും ഇന്നത്തെ ഇന്ത്യൻ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന നയപരിപാടികളുടെ കാഴ്ചപ്പാടിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പാഠപുസ്തകങ്ങളിൽ അട്ടിമറി നടന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ അട്ടിമറി നടന്നുകൊണ്ടിരിക്കുന്നു, ചരിത്രത്തിൽ അട്ടിമറി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഗൗരവമായി ശ്രീധരൻപിള്ള, ശ്രീ അജയ് തറയിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാവുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.